നമസ്കാരം. സീറ്റൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ട വാർത്തയാണ്, ഒരു സംഭവമാണ്. കൊല്ലത്ത് ഉള്ള 80 വയസ്സുകാരിയായ വയോധികയെ അതിക്രൂരമായി പീഡിപ്പിച്ച മരുമകളെക്കുറിച്ച് അതിൻ്റെ വാർത്തകളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോയുമായിട്ട് എത്തിയിരിക്കുന്നത്. ഈ ഒരു വാർത്ത കണ്ടിട്ട് കരയാത്തവരായി കേരളക്കരയിൽ ആരും ഉണ്ടാവില്ല. ചെറിയ കുട്ടി അടക്കം കരഞ്ഞ ഒരു വാർത്തയാണ്. പുറത്ത് നിലവിളക്കെടുത്ത് അടിച്ച് മുറിഞ്ഞ് കൊല്ലാൻ വേണ്ടിയാണോ അടിക്കുന്നത്? ചാകാൻ വേണ്ടിട്ടാണോ കൊല്ലാൻ വേണ്ടിട്ടാണോ? എനിക്ക് പറഞ്ഞു അടിക്കും പിന്നെ ഞാൻ കൊച്ചുങ്ങളെ ഓർത്തു എനിക്ക് അടി കൊള്ളാൻ വയ്യ. ചെറുക്കുറ്റിയില് ഇവിടെ കുത്തിപ്പിടിച്ച് കഴുത്ത് ഇവിടെ അടിച്ച് ആ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ വളരെ ഷോക്കായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഒരു സംസാരിക്കാൻ പോലും കഴിയുന്ന ഒരു അവസ്ഥയായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴാണ് കുറച്ചെങ്കിലുമൊക്കെ അതിനെക്കുറിച്ച് കാര്യങ്ങൾ ഒന്ന് പറയാൻ ഉള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. ഈ പറയുന്നത് പോലെ അറിവും വിദ്യാഭ്യാസവും ഉള്ള വ്യക്തി തന്നെയാണ് ചെയ്തിരിക്കുന്നതെന്ന് മറ്റൊരു കാര്യം. ഇതിൽ ഏറ്റവും അധികം വേദനിപ്പിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് അമ്മച്ചി പറഞ്ഞ ഒരു കാര്യമാണ്. 80 വയസ്സുള്ള അമ്മച്ചി, ആ അമ്മച്ചി പറഞ്ഞ ഒരു കാര്യമുണ്ട്, എന്നെയും ഉപദ്രവിക്കും അവൾ, എൻ്റെ മകനെയും അവൾ ഉപദ്രവിക്കുമെന്നുള്ളത്. അപ്പോൾ മകനെ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞത് അമ്മച്ചി വളരെ വേദനയോടെ പൊട്ടിക്കരഞ്ഞാണ് പറഞ്ഞത്. വീഡിയോ കണ്ട ആർക്കും തന്നെ അത് സഹിക്കാൻ കഴിയില്ല. അമ്മച്ചിനെ ഉപദ്രവിച്ചതിനെ കഴിഞ്ഞ് കൂടുതൽ അമ്മച്ചിക്ക് വേദനയായത് സ്വന്തം മകനെ ഉപദ്രവിക്കുന്ന മരുമകളുടെ ആ ഒരു പ്രവൃത്തിയെക്കുറിച്ച് ഓർത്തിട്ടാണ്. വർഷങ്ങളായിട്ട് ഡെയിലി എല്ലാ ദിവസവും ഈ മരുമകൾ അതിക്രൂരമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരീരമാസകലവും അമ്മച്ചീനെ ഇനി ശരീരത്തിൽ 1 ഇഞ്ച് സ്ഥലമില്ലെന്നുള്ളതാണ്. നഖം എല്ലാം അരച്ച് നഖമെല്ലാം അങ്ങ് എടുത്തു പോകുന്നെന്ന് പറഞ്ഞത്. അതുപോലെ കഴുത്തിന് പിടിച്ച് ഞെരിച്ച് കുത്തി പിടിച്ച് ഞെരിക്കുക, കമ്പി വെച്ച് തലക്കടിക്കുക, ശരീരാസകലം ഏതെല്ലാം രീതിയിൽ അതിക്രൂരെന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഇനി ഏത് വേട ഉപയോഗിക്കാമെന്ന് അറിയത്തില്ല. ഒരുപക്ഷെ ഒരു നിസ്സാര കാര്യം മതി ആ ഒരു അമ്മച്ചി മരണപ്പെടാൻ വേണ്ടിയിട്ട്. എനിക്കിതുപോലെ ഇതേ പ്രായമുള്ള ഒരു അമ്മച്ചി എനിക്കുമുണ്ട്, മുത്തശ്ശി. അപ്പോൾ അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ മുത്തശ്ശീനെയാണ് ഓർത്തത്. ഇത്രമാത്രം ശരീരമാസകലം 1 ഇഞ്ച് സ്ഥലമില്ലാതെ മരുമകൾ കയറി നൃത്തമാടി അമ്മച്ചീനെ. ഈ ഒരു സംഭവത്തിൽ ഞാൻ വിലയിരുത്തുന്ന മറ്റൊരു കാര്യമെന്ന് പറയണത്, ഒരാളെ പോലും പേടിയില്ല. അതായത് ഇപ്പോൾ അവർ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടവർ ഇതിലിടപെട്ടു, നാട്ടുകാരിടപെട്ടു, പല ആൾക്കാരും ഇടപെട്ടു, മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തി. ആരെയും പേടിയില്ല. നമ്മൾ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. കതവ് തുറക്കെന്ന് പറയുമ്പം കതവ് അടച്ചു പൂട്ടി ഇവരെ പുറത്താക്കുകയാണ്. സ്വന്തം വീട്ടിൽ ഭർത്താവിനെയും അമ്മേനെയും പുറത്താക്കുകയാണ്. അവർക്ക് അവരുടെ വീട്ടിൽ അവർക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല. അതൊക്കെ തീരുമാനിക്കുന്ന മഞ്ജുവാണ്. ഒരു പേടിയില്ല, ഈ ലോകത്തിലുള്ള ഒരു വ്യക്തിനെ പോലും പേടിയില്ല. പിന്നെ ഈ പറഞ്ഞ വനിതാ കമ്മീഷനൊക്കെ വെറുതെ വിളിക്കുകയാണ്. പക്ഷേ ഇല്ലാത്ത കാര്യങ്ങളിൽ വെറുതെ വനിതാ കമ്മീഷനെ വിളിക്കുക, കാരണം പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് അവരെ അമ്മേനെയും ഭർത്താവിനെയും പൂട്ടിയിടാനുള്ള ശ്രമം, അതാണ് ഇവിടെ നടത്തിയത്. പക്ഷേ അത് തെളിവുകൾ വേണമായിരുന്നു. ഇപ്പോൾ മഞ്ജുവിന് യാതൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. കാരണം സ്ത്രീകൾക്ക് വേണ്ടിയുള്ള നിയമമുണ്ട്, അത് സ്ത്രീകളെ സംരക്ഷിക്കപ്പെടാനാണ്, അല്ലാതെ മറ്റുള്ള സ്ത്രീകളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലത്. അത് മഞ്ജു മനസ്സിലാക്കണമായിരുന്നു. ഈ അമ്മച്ചിക്ക് ടോയ്ലറ്റിൽ പോകാൻ പോലും അവൾ സമ്മതിക്കില്ല. ഈ മഞ്ജു എന്ന് പറയുന്ന മരുമകൾ ഈ അമ്മയേനെ കതവ് അടച്ച് പൂട്ടിയിടുകയാണ് ചെയ്യുന്നത്. ഒരു ദിവസമല്ല, ഇത് വർഷങ്ങളായിട്ട് അമ്മ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം സമയത്ത് കൊടുക്കില്ല. ഭക്ഷണത്തിന് മാത്രമല്ല, നൃത്തമാടുക എന്ന് പറയും. ശരീരമാസകലം മഞ്ജു കയറി നൃത്തമാടിയിരിക്കുകയാണ്. ഈ വ്യക്തി ഒരു സ്കൂൾ അധ്യാപികയാണ്. ഒരു സ്കൂൾ അധ്യാപിക എന്ന് പറയുമ്പോൾ
ഏത് രീതിയിലുള്ള പ്രവർത്തനമാണ് നമുക്കറിയാം. സമൂഹത്തിന് മാതൃകാപരമായി ജീവിക്കേണ്ട ഒരു വ്യക്തിയാണ് അധ്യാപിക എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. അവൾക്ക് യാതൊരു മാനസിക പ്രശ്നവും ഇല്ല, യാതൊരു അടിയുടെ കുറവാണ്. അത് എല്ലാ ആൾക്കാരും അത് തന്നെയാണ് പറഞ്ഞത്. ബോംബെയിൽ ജനിച്ചു വളർന്ന മഞ്ജു കേരളത്തിലേക്കെത്തി പാവപ്പെട്ട ഒരമ്മയെയും ഭർത്താവിനെയും അടിച്ചു കൊല്ലാൻ വേണ്ടിയിട്ട്, അതിക്രൂരമായിട്ട് അടിച്ചു കൊല്ലാൻ വേണ്ടി തന്നെയായിരുന്നു അവളുടെ ശ്രമം. അമ്മ പറയുന്നുണ്ട്, എന്നെ അവൾ കൊന്നേനെന്ന്. എന്നെ മാത്രമല്ല എൻ്റെ മകനെയും ഉപദ്രവിക്കുമെന്ന്. വളരെ അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പറയണത്. അമ്മയെക്കുറിച്ച് ഓർത്തിട്ടല്ല അമ്മയ്ക്ക് കൂടുതൽ വിഷമം എന്ന് പറയണം, മകനെ അവസ്ഥ ഓർത്തിട്ടാണ്. മകൻ്റെ ശരീരം മുഴുവൻ അടിച്ച് അവൾ ഒതുക്കിയേക്കും, അടിച്ച് പൊട്ടിച്ച് വെച്ചേക്കുകയാണ്. ഇനി ഒരു ഇഞ്ച് സ്ഥലമില്ല. ഈ പ്രായം ചെന്ന അമ്മ ഒരു സെക്കൻഡ് മതി മരണം സംഭവിക്കാൻ. ഞാൻ പറയണത് ഞാൻ മർദ്ദിച്ചു എന്നല്ല എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അമ്മയെ കൊല ചെയ്തു എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം എന്താ വെച്ചാൽ, എന്തിനാണ് നമ്മൾ മർദ്ദിച്ചെന്ന് പറയണത്? കാരണം എത്രയോ പ്രാവശ്യം മരിക്കേണ്ട അവസ്ഥകൾ കഴിഞ്ഞു പോയി. കാരണം അതുപോലത്തെ പ്രവൃത്തികൾ അവൾ ചെയ്തത്. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അമ്മ മരണപ്പെട്ടില്ല എന്ന് മാത്രമേ. അത്രമാത്രം ക്രൂരമായ കൃത്യം ചെയ്തിട്ട് പിന്നെ നമ്മൾ ആക്രമിച്ചെന്നൊന്നും പറയുന്നതിൽ യാതൊരു അർത്ഥവും ഇവിടെ ഇല്ല. ഒരു ടോയ്ലറ്റിൽ പോലും പോകാൻ പറ്റാതെ പൂട്ടിയിടുന്ന മരുമകൾ. അത് വർഷങ്ങൾ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്തതാണ്. പോലീസ് 4 പ്രാവശ്യം കൊണ്ട് ഈ ഒരു വർഷത്തിനിടയ്ക്ക് തന്നെ 4 പ്രാവശ്യം ഇങ്ങനെ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്ത കാര്യമാണ്. ഓരെ ഊറ്റിയെടുത്ത് എന്ന് പറയാം അമ്മച്ചിയുടെ. അതുപോലെ രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ബോംബെയിൽ നിന്ന് വന്ന ഒരു രാക്ഷസിയാണ്. രക്തദാഹിയായ രാക്ഷസി എന്നാണ് വിളിക്കാൻ പറ്റുള്ളൂ മഞ്ജുവിനെ. ഈ രക്തദാഹിയായ ഈ രാക്ഷസി ചെയ്ത ക്രൂരകൃത്യം എന്തുകൊണ്ട് പോലീസുകാർ അതിൻ്റെ സീരിയസ്നെസ്സോടുകൂടി എടുത്തില്ല? വളരെ കൃത്യമായിട്ട് തെളിവ് കൊടുത്തു. ഇനി ഇവളെ പുറത്ത് വിടാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മ പറയുന്നുണ്ട്, എനിക്കിനി അടി കൊള്ളാൻ മേലാന്ന്, എനിക്കും എൻ്റെ മകനും അവളെ പേടിയാന്ന്. വളരെ വിഷമത്തോടെയാണ് അമ്മച്ചി പറയണത്. എനിക്ക് ഇങ്ങനെയുള്ള വ്യക്തിയെ നേരത്തെ ജയിലിൽ കൊണ്ടുപോയി ഇടേണ്ടതായിരുന്നു. ഇനിയെങ്കിലും ഇതുപോലെയുള്ള വ്യക്തികളെ പുറത്ത് ഇറക്കാതെ തന്നെ എല്ലാവരും, കേരളത്തിലുള്ള എല്ലാവരുടെ ആവശ്യം അതൊക്കെ തന്നെയാണ്. അമ്മച്ചിക്ക് സമാധാനത്തോടെ ജീവിക്കണം, മകനും സമാധാനത്തോടെ ജീവിക്കണം. ആ മക്കളെയും കൊണ്ട് അമ്മേനെ അടുപ്പിക്കുന്ന ഒരു സ്വന്തം അമ്മച്ചീനെ മക്കളെയും കൊണ്ട് അടുപ്പിക്കുകയാണ്. ഈ മക്കൾ അത് കണ്ടല്ലേ വളരുന്നത്. അവരുടെ അവസ്ഥ എന്താ? ഇവളും പ്രായമാകുമ്പം ഇവളുടെ മക്കൾ ഇവളെ നന്നായിട്ട് പെരുമാറും. ബോൺ ക്രിമിനൽ തന്നെയാണ്. എല്ലാവരും എന്ത് തന്നെയാണ് പറഞ്ഞു, ഈ ക്രിമിനൽ തന്നെയാണെന്ന് യാതൊരു സംശയവും ഇല്ല. കാരണം അങ്ങനെയുള്ള സ്കൂളുകാരൊക്കെ ഏതൊരു ടീച്ചറെ എടുക്കുന്ന സമയത്ത് ആ ടീച്ചറെ ഒരു ബാക്ക്ഗ്രൗണ്ടും കൂടെ ചെക്ക് ചെയ്യുന്ന വളരെ നല്ലതാണ്. ഇന്ന് എല്ലാവർക്കും വിദ്യാഭ്യാസം മാത്രം മതി, അതാണ് മാനദണ്ഡം. അതുണ്ടെങ്കിൽ മാത്രമേ UN സർക്കാർ സ്കൂൾ അടക്കമുള്ളവർ അപ്പോയിൻ്റ് ചെയ്യുള്ളൂ. പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഈ ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, ക്വാളിറ്റി. ഇതൊന്നുമില്ലാതെ അപ്പോയിൻ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ സ്കൂളുകാർക്ക് നാണം കേടുള്ള അവസ്ഥയായി. കുട്ടികൾ ആരും തന്നെ, ഒരു കുട്ടി പോലും ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി ടീച്ചറെ കുറിച്ച് നല്ല അഭിപ്രായം പറയുന്നുമില്ല. പിന്നെ ഇവർ പറയുന്നതിൽ എന്ത് കാര്യമുള്ളതെന്ന് എനിക്കറിയില്ല. പിന്നെ ഇനി അവൾ തിരിച്ചു വന്നാൽ ഈ പറയുന്ന ഭർത്താവിനെയും അമ്മേനെയും ഉറപ്പാണ് ആ ജീവൻ തന്നെ അവൾ മരണത്തിലേക്ക് തള്ളിവിടുകയുള്ളൂ. കാരണം അത്രമാത്രം വൈരാഗ്യം ഇപ്പോൾ ഉണ്ട്. പിടിച്ചു കൊണ്ടുപോയതും അറസ്റ്റ് ചെയ്തതിലും അതിയായ വൈരാഗ്യം ഇപ്പോൾ അമ്മേനോടും ഭർത്താവിനോടും ഉണ്ട്. അപ്പോൾ എന്തായാലും അവളെ ഒരു കാരണവശാലും ജയിലിൽ നിന്ന് ഇറക്കി വിടാനും പാടില്ല, അവിടെ തന്നെ കിടക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹം. കാരണം ആ കുട്ടികളെങ്കിലും നല്ല രീതിയിൽ വളരട്ടെ. ഇതുപോലെയുള്ള പ്രവൃത്തികൾ കണ്ട് പഠിച്ച് കുട്ടികൾ വളർന്നാൽ അവർ നാളെ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരായിട്ട് മാറും. ഇപ്പോൾ തന്നെ ആ കുട്ടി അമ്മച്ചീനെ ഉപദ്രവിക്കുന്നു. സ്വന്തം 6 വയസ്സുള്ള കുട്ടിയെ വെച്ചിട്ടാണ് ഈ പ്രായം ചെന്ന 80 വയസ്സ് ഉള്ള അമ്മച്ചീനെ ഉപദ്രവിപ്പിച്ചത്. കാരണം ഇതൊക്കെ കണ്ട് വളരുന്ന കുട്ടി തീർച്ചയായിട്ടും ആ മക്കൾ വരെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള കുട്ടികളായിട്ട് മാറിപ്പോവും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാനും ഇവർക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കണ്ടേ, സമാധാനപരമായിട്ട് ജീവിക്കണ്ടേ. അതിലും ഏറ്റവും നല്ലത് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാതെ അവിടെ തന്നെ ഇടുന്നത് തന്നെയാണെന്ന് എല്ലാവരും പറയുന്നു. കേരളത്തിലുള്ള എല്ലാ ആൾക്കാരുടെ അഭിപ്രായം ഇതൊക്കെ തന്നെയാണ്. കാരണം ഇനിയും വന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് അമ്മച്ചീനെയും ഭർത്താവിനെയും ജീവൻ അപകടത്തിലാക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം അത്രമാത്രം ഒരു വൈരാഗ്യത്തോടെയുള്ള പെരുമാറ്റമാണ്. സ്വന്തം നഗ്നത പ്രദർശിപ്പിക്കുന്ന ഇവരൊക്കെ അധ്യാപികയാണോ? ഞാൻ കണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ സ്റ്റക്കായിപ്പോയി. ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. അതുകൊണ്ടാണ് ഈ വീഡിയോ ആയിട്ട് വരാൻ തന്നെ വൈകിയത്. സ്റ്റക്കായിപ്പോയി, ഒന്നും പറയാനില്ല. കാരണം അത്രമാത്രം മോശമായിട്ടുള്ള കാര്യമാണ് ഇവർ ചെയ്തത്. ശരീരം മുഴുവനും ലോകം മുഴുവനും കണ്ടു. ഇനി കാണാത്തവരായിട്ടൊന്നുമില്ല. എന്തർത്ഥമാണുള്ളത്?
എന്ത് നേടിയോള്? സ്വത്തിൻ്റെ പ്രശ്നമല്ല, സമ്പത്ത് ഇഷ്ടംപോലെ ഉണ്ട്, എന്നിട്ടും ആക്രാന്തം, ഇനിയും വേണം, സ്വന്തമായിട്ട് ഉണ്ടാക്കണമെന്നുള്ള ആക്രാന്തം. എന്ത് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള ഈ മഞ്ജുവിനെ ഇനി പുറത്തേക്ക് ഇറക്കി വിടാതെയാണ് അധികൃതർ സൂക്ഷിക്കേണ്ടത്. അതാണ് ഇനി സൂക്ഷിക്കേണ്ടത്. കാരണം ഈ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അവൾ കുറേ പേരെ നശിപ്പിക്കും. അതുമാത്രമല്ല, സമൂഹം വളരെ ഇനി ഇതുപോലെ ഈ മഞ്ജു എന്ന് പറയുന്ന വ്യക്തിയെ കണ്ടാൽ ഇനി സൊസൈറ്റി അവളോട് എങ്ങനെയാണ് പെരുമാറുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എന്ത് സംഭവിക്കാം. അതുകൊണ്ട് അവൾ ഏറ്റവും നല്ലത് അവൾ അവിടെ തന്നെ ജയിലിൽ തന്നെ കഴിയുന്നതാണെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. കാരണം ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് ഇനി ചെയ്യാൻ ബോൺ ക്രിമിനലാണ് അവൾ, ജന്മനാലുള്ള ക്രിമിനൽ തന്നെയാണ്. അതുകൊണ്ട് ഇനി അങ്ങനെയുള്ളൊരു വ്യക്തി ഇവിടെ വന്നിട്ട് വീണ്ടും പ്രശ്നങ്ങൾ വഷളാകുക അല്ലാതെ, പ്രശ്നങ്ങൾ രൂക്ഷമാവുക അല്ലാതെ, അവൾ എന്തായാലും എല്ലാവരെയും നശിപ്പിക്കാൻ വേണ്ടി തന്നെ ഇറങ്ങി തിരിച്ച ഒരു വ്യക്തി, രക്തരാക്ഷസി, ഇനി അവിടെ തന്നെ കിടക്കട്ടെ, ഇങ്ങോട്ട് ഇറങ്ങി വരണ്ട എന്ന് തന്നെയാണ് എല്ലാവരുടെ അഭിപ്രായം.